വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ, നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും നീ തൊടണമേ. 10,000 നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കുടുംബ ജീവിതത്തിലേക്ക് വിളികിട്ടിയ, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഓരോ ദമ്പതികളെയും ഭാര്യ ഭർത്താക്കന്മാരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എന്തിനു വേണ്ടി ഈ കൂദാശ സ്വീകരിച്ചുവോ അതിൻ്റെതായ പൂർണ്ണമായ ദൈവിക പദ്ധതിയിലേക്ക് കടന്നു വരുവാൻ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഈ അഭിഷേകം കടന്നു ചെല്ലട്ടെ. ദൈവവചനം ഇവരുടെ ജീവിതങ്ങളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകട്ടെ. ഇവിടെ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാനിട വരട്ടെ. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ മൃഗത്വത്തിലേക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്നു. അമ്മ മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം മക്കളുടെ എണ്ണം എത്ര വരെയാകാം എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ
ഇന്ന് അനേക ദമ്പതികളും വളരെയധികം ഭാരപ്പെടുന്ന ഒരു വിഷയമാണ്. കുഞ്ഞുങ്ങളുടെ എണ്ണത്തെപ്പറ്റി, കുഞ്ഞുങ്ങൾ അധികമായാൽ അതൊരു ഭാരമാണ് എന്ന് കരുതുന്ന ആധുനിക സംസ്കാരത്തിലേക്ക് ഇന്ന് ലോകം കടന്നു വന്നിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഏറിയാൽ അതൊരു ഭാരമാണ്, അതൊരു ഔട്ട് ഓഫ് ഫാഷനാണ്, നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകും. പല കാരണങ്ങളാൽ ഇന്ന് ഈ തലമുറയിലെ ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അവർക്ക് സ്വതന്ത്രനാകണം. അപ്പോൾ വിവാഹം കഴിച്ചവർക്ക് എത്രയും വേഗം ഫ്രീ ആകണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ജനനം പോലും പല ഭാര്യ ഭർത്താക്കന്മാരും ചില വർഷത്തിലേക്ക് നീട്ടിവെക്കാറുണ്ട്. 1 2 കൂടിപ്പോയാൽ 3ാമതൊരു കുഞ്ഞിനെ കൂടെ ജനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ജനിച്ചു പോയി അത് കഴിഞ്ഞ് പ്രസവം നിർത്തുന്ന, ഇനിയൊരു മറ്റൊരു കുഞ്ഞിനെ വേണ്ട എന്ന് പോലും തീരുമാനമെടുത്ത് അതിനെ അനന്തര നടപടികൾ ചെയ്യുന്ന വലിയൊരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. വലിയൊരു ഭവിഷ്യത്താണ് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു തിന്മയാണ് കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കുടുംബങ്ങൾ ഇത്രമാത്രം തകർച്ചയിലേക്ക് അധപ്പതിക്കുവാനായിട്ട് ഒരു കാരണം കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ള ദമ്പതികളെ, മാതാപിതാക്കളെ, നമുക്ക് എത്ര കുട്ടികൾ വേണമെന്ന് സത്യത്തിൽ നാം അല്ല തീരുമാനിക്കേണ്ടത്. നമ്മെ ഒന്നാക്കിയ അല്ലെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ച 2 വ്യക്തികളായിരുന്ന നിങ്ങളെ വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം യോജിപ്പിച്ചുവെങ്കിൽ, ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചുവെങ്കിൽ, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കാര്യവും ദൈവഹിതപ്രകാരം വേണം ചിന്തിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, നടപ്പിലാക്കുവാൻ. അപ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, 10 40 അല്ലെങ്കിൽ 35 40 വർഷങ്ങൾക്ക് മുമ്പ് കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ള ഒരു രീതിയായിരുന്നു 2 കുഞ്ഞുങ്ങൾ മതി എന്നുള്ളത്. സഭയിൽ നിന്ന് പോലും ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചില ആശയങ്ങൾ കൊടുത്തിരുന്നു, 2 കുഞ്ഞുങ്ങൾ മതി എന്നുള്ളത്. അതുകൊണ്ട് ആ കാലഘട്ടത്തുണ്ടായ ഫാമിലിയിലെല്ലാം 1 കുട്ടി, 2 കുട്ടി, ചില കുടുംബങ്ങളിൽ മാത്രം ഏറിയാൽ 3 ആയിപ്പോയി. എന്നാൽ അതിന് മുൻപുള്ള തലമുറയിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും 8 10 12 15 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അംഗങ്ങളുള്ള കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ 10 മക്കളിൽ ഒരാളായിരിക്കാം, 8 മക്കളിൽ ഒരാളായിരിക്കാം, 12 മക്കളിൽ ഒരാളായിരിക്കാം. അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു.
അത്രയും കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഒന്നിൻ്റെയും കുറവ് ആ കാലഘട്ടങ്ങളിലായിരുന്നു. മണ്ണിനോട് മല്ലടിച്ച് അധ്വാനം ചെയ്ത് പാടത്ത് പണിയെടുത്ത് പറമ്പിൽ കൊത്തിക്കളച്ച് കപ്പയും ചേനയും മാങ്ങയും കാച്ചിലും വാഴക്കായും നെല്ലും ഒക്കെ ഇങ്ങനെയുള്ളതൊക്കെ ഭൂമിയിൽ നിന്ന് വിളയിച്ചെടുത്ത് തിന്ന് നല്ല ആരോഗ്യമുള്ള മക്കൾ ആ കാലഘട്ടത്തുണ്ടായിരുന്നു. ആ മാതാപിതാക്കൾ അവരെയൊക്കെ പോറ്റിപ്പോന്നു. അവരൊക്കെ ഉന്നതമായ നിലവാരത്തിൽ എത്തുകയുണ്ടായി. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അതുകൊണ്ട് നമുക്ക് മതി എന്നുള്ള ചില വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അതേ ആ ഫാഷൻ, ആ തീരുമാനം അല്ലെങ്കിൽ അതാ സ്റ്റൈല് ഇന്നും തുടർന്നു കൊണ്ടുപോകുന്ന പുതിയ ദാമ്പത്യ തലമുറകളെ നമുക്ക് കാണുവാൻ സാധിക്കും. കുടുംബജീവിതം നയിക്കുന്നവര്, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം എന്തിനാണ് ഒരു കുടുംബത്തെ സ്ഥാപിച്ചത്? ദൈവം കുടുംബത്തെ എന്തിനാണ് സ്ഥാപിച്ചത്? ദൈവം ഏത് ഉദ്ദേശത്തോടെയാണോ രണ്ട് വ്യക്തികളെ ഒന്നാക്കി മാറ്റി ഒരു കുടുംബത്തിനാക്കിയത്, ആ ഉദ്ദേശം നമുക്ക് വെളിപ്പെടുത്തി കിട്ടണം. ഈ വെളിപ്പാട് നമുക്ക് കിട്ടിയാൽ മാത്രമേ ദൈവ ഉദ്ദേശമനുസരിച്ച് പ്രിയമുള്ളവരെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ദമ്പതികൾ അവർ സമൂഹത്തിലേക്കാണ് നോക്കുന്നത്, മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്. സൊസൈറ്റി എന്തു പറയുന്നു, നാട്ടുകാരെന്ത് പറയുന്നു, എൻ്റെ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, എൻ്റെ കസിൻസ് എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ അഭിപ്രായം നോക്കിയാണ് ഇന്നുള്ള ദമ്പതികൾ മുന്നോട്ട് പോകുന്നത്. കാരണം എല്ലായിടത്തും രണ്ട് കുഞ്ഞുങ്ങൾ, അതുകൊണ്ട് നമുക്ക് 2 മതി. 4, 5, 6 വർഷം അവർക്ക് വേണ്ടി ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സ്കൂളിലോട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. അപ്പൻ്റെ ജോലിക്ക് പോകാം, അമ്മയ്ക്ക് അമ്മയുടെ ജോലിക്ക് പോകാം. പിന്നെ പിള്ളേർ സ്കൂൾ വിട്ട് സന്ധ്യയാകുമ്പം വരുമ്പോൾ വല്യപ്പനും വല്യമ്മയും സ്ഥലം നേരം നോക്കിക്കോളും. സന്ധ്യയാകുമ്പോൾ അപ്പനും അമ്മയ്ക്കും കയറി വരാം. അപ്പം മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അവർ സ്വതന്ത്രരായി മാറാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വയ്ക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം ലിമിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുകയില്ല. 5-6 പിള്ളേരുണ്ടായിക്കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ പുറകെ തന്നെ നിൽക്കണം. ദിനം ഉണ്ടാക്കണം, തിന്നണം, തുണി അലക്കണം, കുളിപ്പിക്കണം, ഉറക്കണം, എഴുന്നേൽപ്പിക്കണം, പഠിപ്പിക്കണം, ഇതിൻ്റെ പുറകെ നിൽക്കണം. അതൊരു ഭാരമായിട്ടാണ് ഈ തലമുറയിലെ ഭാര്യ ഭർത്താക്കന്മാർ കാണുന്നത്. ഇപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 2 പിള്ളേർ മതി, 2 മതി. അപ്പോൾ കുട്ടികളെക്കാൾ കൂടുതലായിട്ട് ഇന്ന് അനേകർ കാണുന്നത് സമ്പത്തിനാണ് പ്രാധാന്യം. സമ്പത്ത്, പണം, പണം, പണം. ജോലി ഉള്ളത് കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ വേണ്ട. ജോലിക്കൊരു തടസ്സമാണ്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വേണ്ട. ഇപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ കിട്ടാൻ പോകേണ്ട അല്ലെങ്കിൽ പോകാനിരിക്കുന്ന ജോലി അത് നഷ്ടപ്പെട്ടു പോകും, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുകയില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം ഇന്ന് നല്ല ശതമാനം ദമ്പതികളും എണ്ണം കുറച്ച് 2 മതി അല്ലെങ്കിൽ 3 മതി എന്ന് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അതിന് ഇത് തടസ്സമാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കുഞ്ഞുങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ.
ഉദരഫലം ഒരു സമ്മാനവും. ദൈവം ദമ്പതികൾക്ക് നൽകുന്ന, ദൈവം കുടുംബത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്പത്താണ് മക്കൾ എന്ന് പറയുന്നത്. മക്കൾ അത് ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് അത്. ഹല്ലേലൂയ. ഈ ബ്ലെസ്സിങ് നമുക്ക് വേണ്ട. ഇന്ന് വേറെ പലർക്കും ജോലി മതി, ശമ്പളം മതി, കാറ് മതി, വീട് മതി, സ്ഥലം മതി, പുതിയ വിസ മതി, പുതിയ രാജ്യത്തിലേക്കുള്ള ജോലി മതി. അതിനു വേണ്ടി ഭയങ്കര പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ആദ്യത്തെ ദമ്പതികളോട് ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ദൈവം പറയുക, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, ദൈവം ഇങ്ങനെ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, അങ്ങനെ നിങ്ങൾ ഭൂമിയെ അടക്കി ഭരിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ ദമ്പതികൾക്ക് ദൈവം ആദ്യം കൊടുത്ത ബ്ലെസ്സിങ്, അനുഗ്രഹം എന്നതാ? സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുകണം, പെരുകണം. ഹല്ലേലൂയ. നമുക്കറിയാം, സോദോം അല്ലെങ്കിൽ നോഹയുടെ കാലഘട്ടത്ത് പാപം ചെയ്ത് മുഖേന ആ കാലഘട്ടത്ത് ഭൂമിയിലുണ്ടായിരുന്ന എല്ലാവരെയും ജലപ്രളയത്താൽ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ അവിടെ അവശേഷിച്ചത് നോഹ മാത്രമാണ്, നോഹയുടെ കുടുംബം. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, നോഹയോടും പുത്രന്മാരോടുമായി ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുകുവിൻ, നിങ്ങൾ പെരുകുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് കുടുംബങ്ങളോട്, ദമ്പതികളോട് പറയുവാനായിട്ടുള്ള ഒരു കൽപ്പനയാണിത്. ദൈവത്തിൻ്റെ കൽപ്പനയാണിത്. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരി, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഈ കൽപ്പന ലംഘിക്കരുത്. നമ്മൾ ഈ കൽപ്പന അനുസരിക്കണം. ഇതനുസരിക്കുമ്പോൾ തന്നെ, അതിനാൽ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു, വിവാഹം കഴിച്ച് നിങ്ങൾ അനേക സന്തതികൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രീ പുത്രന്മാരും വിവാഹം കഴിക്കട്ടെ, അവർക്കും മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. കണ്ടോ? വിവാഹം കഴിച്ച് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ പുത്രീ പുത്രന്മാരും വിവാഹം കഴിക്കട്ടെ, അവർക്കും കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവ കൽപ്പനയായത്. ഈ ദൈവത്തിൻ്റെ കൽപ്പന നമ്മളെ നിർബന്ധിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവകൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. 10 കൽപ്പനകൾ നമ്മൾ എടുക്കാറുണ്ട്. മോശ വഴി കിട്ടിയത്, മോശ വഴി കിട്ടിയ 10 കൽപ്പന എന്നാ കിട്ടിയത്? അതിലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉൽപ്പത്തിയിൽ ആദ്യ മനുഷ്യന് ദൈവം ആദ്യമായി കൊടുത്ത കൽപ്പന, വർദ്ധിച്ച് പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ഭാര്യ ഭർത്താക്കന്മാരെ, ഏതെങ്കിലും ഒരു കാരണത്താൽ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടോ ജോലിക്കുള്ള തടസ്സത്തിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും കാരണത്താൽ കുഞ്ഞുങ്ങളെ വേണ്ട എന്നോ
കുഞ്ഞുങ്ങളുടെ എണ്ണം നിങ്ങൾ പരിമിതപ്പെടുത്തുകയോ ഇനിയൊരു കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഉപാധികൾ നിങ്ങൾ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പാപമാണ്, ഇത് തെറ്റാണ്. ശാരീരികമായ വൈകല്യമുള്ള, ശാരീരികമായി വീണ്ടും ഒരു കുഞ്ഞിനെ കൂടി പ്രസവിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കുകയില്ലാത്ത വ്യക്തികളെ ഞാൻ ഈ പറയുന്നതിൽ നിന്നും ഒഴിവാക്കുകയാണ്. അല്ലാത്തവർക്കെല്ലാം ദൈവത്തിൻ്റെ വചനം ബാധകമാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവമേ, നീ എനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ എത്രയാണെങ്കിലും അത്രയും കുട്ടികളെ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. നമ്മൾ നമ്മുടേതായ പദ്ധതികൾ തയ്യാറാക്കരുത്. നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തെ അറിയിക്കുകയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പദ്ധതികൾ തയ്യാറാക്കുകയല്ല, നിങ്ങളെക്കുറിച്ചുള്ള, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം 60-ാമത്തെ തിരുവചനം. ഇസഹാക്ക് റിബേക്കായെ വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം റിബേക്കായെ അപ്പനും അമ്മയും ആങ്ങളമാരെല്ലാവരുടെ കൂടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഒഫീഷ്യലായിട്ട് പറഞ്ഞു വിടുകയാണ്. തൻ്റെ മകളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് ഇതാ പറഞ്ഞു വിടുമ്പോൾ ആ സഹോദരങ്ങളും കുടുംബം മുഴുവൻ അവളെ ആശീർവദിച്ചുകൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയാവോ? സഹോദരി, നീ ഞങ്ങളുടെ സഹോദരിയാണ്. നീ ആയിരങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി മാറട്ടെ. ആയിരങ്ങളുടെയും 10,000-ങ്ങളുടെയും ഒരമ്മയായി നീ മാറട്ടെ. ആ മാതാപിതാക്കൾ, ആ സഹോദരങ്ങൾ തൻ്റെ ആ മകളെ അനുഗ്രഹിച്ചാശീർവദിച്ച് വിട്ടത് ആയിരങ്ങളുടെ 10,000-ങ്ങളുടെ അമ്മയാകുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊരു വലിയൊരു ബ്ലെസ്സിങ്ങാണ്. പ്രിയമുള്ളവരെ, ഈ വെളിപ്പാട് ആർക്ക് ലഭിക്കുന്നു അവർക്ക് മാത്രമേ ഇവയെ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവകരങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കുവാൻ, ഇത് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനെതിരെയുള്ള എല്ലാ ചിന്തകളും ആശയങ്ങളും പ്രിയമുള്ളവരെ, അത് ദൈവ പദ്ധതിക്ക് വിരുദ്ധമാണ്. അത് ലോകം പറയുന്നതാണ്, ലോകപ്രകാരമുള്ളതാണ്. ആയതിനാൽ ഒരു വീട് വെച്ചിട്ട് മതി, നല്ലൊരു ജോലി കിട്ടിയിട്ട് മതി, വിദേശത്ത് പോയിട്ട് മതി, 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള തീരുമാനങ്ങൾ എടുത്ത് അടുത്ത പ്രസവം നീട്ടിവെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നവർ വീണ്ടും നിങ്ങൾക്ക് ഒരു കുഞ്ഞും കൂടി ഉണ്ടാകട്ടെ. 5 ഉള്ളവരോട് ഞാൻ പറയുകയാണ്, വീണ്ടും ഒരു 2 കുട്ടികളും കൂടി ഉണ്ടാകട്ടെ. 7 ഉള്ളവരോട് പറയുകയാണ്, വീണ്ടും ഒരു 2 കുട്ടികളും ഉണ്ടാകട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകും. ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ പോറ്റുവാൻ ദൈവം നിങ്ങൾക്ക് സമൃദ്ധി നൽകും. എല്ലാം ഉണ്ടായിക്കഴിഞ്ഞല്ല, പിന്നെയോ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് ദൈവം നിങ്ങളുടെ സാമ്പത്തിക നിലവാരവും വ്യത്യാസപ്പെടുത്തും. ദൈവം അതിന് വഴിതരും. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആയതിനാൽ ദൈവം നമുക്ക് എത്രമാത്രം കുഞ്ഞുങ്ങളെ നൽകുന്നു, അത്രയും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനുള്ള വലിയൊരു ഹൃദയം, വലിയൊരു വിശ്വാസം നമുക്ക് ആർജിക്കാം. ദൈവകരങ്ങളിൽ നിന്ന് അവ സ്വീകരിക്കാം. അങ്ങനെ അനേക കുഞ്ഞുങ്ങൾ ഉള്ള ഒരു വലിയ അപ്പനും വലിയൊരു അമ്മയുമായി നിങ്ങൾ മാറ്റപ്പെടട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ,
എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും കരങ്ങൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഈ കേട്ട വിഷയത്തെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ലോകം പറയുന്നത് വിശ്വസിക്കാതെ ലോകത്തിൻ്റെ പദ്ധതികളും മറ്റുള്ളവരും പറയുന്ന ആശയങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് ദൈവ ഇഷ്ടത്തെ സ്വീകരിക്കാൻ നമുക്ക് ദൈവമേ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനുള്ള വലിയൊരു വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. മാനസികമായി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഈ ഇരു കരങ്ങളെയും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവിക അഭിഷേകം എല്ലാ ദമ്പതികളുടെ മേലും ആയിരങ്ങളിലേക്ക് 10,000ങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂടുതൽ കുഞ്ഞുങ്ങളെ ജന്മം കൊടുക്കുവാൻ, കൂടുതൽ കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയുമായി മാറ്റപ്പെടുവാനുള്ള ആ വലിയൊരു അഭിഷേകം ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. അബ്രഹാത്തിന് കിട്ടിയ വാഗ്ദത്തം, നോഹയ്ക്ക് കിട്ടിയ വാഗ്ദത്തം, ആദത്തിനും ഹവ്വായ്ക്കും ലഭിച്ച വാഗ്ദത്തം ഇവിടെ മേൽ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഈ സമ്മാനം കൊണ്ട് കുടുംബങ്ങൾ നിറയട്ടെ. ഈ വാഗ്ദത്തം കൊണ്ട് കുടുംബങ്ങൾ നിറയട്ടെ. മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ദമ്പതികളുടെയും ഇതിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, എതിർ ചിന്തകൾ യേശുനാമത്തിൽ മാറട്ടെ. ആത്മാവിൻ്റെ ശക്തി പകരപ്പെടട്ടെ, സ്നേഹത്താൽ ഐക്യത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. എല്ലാ മക്കളെയും എല്ലാ ദമ്പതികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള വലിയൊരു ദാഹം അഭിഷേകങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ